നമ്മളിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ തൂത്തുക്കുടി നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ പേൾ ബീച്ചിലാണ്. ചരിത്രത്തിന്റെ താളുകളിലും കടൽ വ്യാപാരത്തിന്റെ കഥകളിലും മുത്തുകളുടെ മഹത്വത്തിലും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തിലും പ്രകൃതിയുടെ അപൂർവ സൗന്ദര്യത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു തീരദേശ നഗരമാണ് തൂത്തുക്കുടി. ഈ വീഡിയോയിൽ പേൾ ബീച്ചിന്റെ ചരിത്രവും ഈ പ്രദേശത്തിന്റെ സവിശേഷതകളും മന്നാർ ഉൾക്കടലിന്റെ ജൈവ വൈവിധ്യവും മത്സ്യബന്ധന പാരമ്പര്യവും തൂത്തുക്കുടിയുടെ വിനോദസഞ്ചാര ആകർഷണങ്ങളും അധികമാരും അറിയാത്ത ചില കൗതുകകരമായ വസ്തുതകളും നമ്മൾ ഒരുമിച്ചു പരിചയപ്പെടാൻ പോകുകയാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഈ യാത്രയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു കടൽ തീരം മാത്രമല്ല, ചരിത്രവും സംസ്കാരവും പ്രകൃതിയും മനുഷ്യജീവിതവും ഒരുമിച്ച് ചേർന്ന ഒരു അതുല്യമായ അനുഭവമാണ്. അപ്പോൾ നമുക്ക് യാത്ര ആരംഭിക്കാം. പേൾ ബീച്ച്, മുത്തുകളുടെ നഗരം കാത്തുസൂക്ഷിക്കുന്ന കടൽ തീരം. തമിഴ്നാടിന്റെ തെക്കൻ തീരത്ത് മന്നാർ ഉൾക്കടലിന്റെ ശാന്തമായ തിരമാലകൾ കരയെ തഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരം. ചരിത്രത്തിൽ മുത്തുകളുടെ നഗരമെന്നറിയപ്പെട്ട കടൽ വ്യാപാരത്തിന്റെ കവാടം, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിലൊന്ന്, അതാണ് തൂത്തുക്കുടി. ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ നഗരത്തിന്റെ പുതിയ മുഖമായി മാറിക്കൊണ്ടിരിക്കുന്ന പേൾ ബീച്ചിലേക്കാണ്. ഇത് വെറുമൊരു ബീച്ച് മാത്രമല്ല, ചരിത്രവും കടലും മത്സ്യബന്ധനവും തുറമുഖ ജീവിതവും വിനോദസഞ്ചാരവും ഒന്നിച്ചു ചേരുന്ന ഒരു അനുഭവമാണ് ഈ സ്ഥലം. തൂത്തുക്കുടി, മുത്തുകളുടെ നഗരം. പേൾ ബീച്ചിനെ മനസ്സിലാക്കണമെങ്കിൽ ആദ്യം തൂത്തുക്കുടിയെ മനസ്സിലാക്കണം. പേൾ സിറ്റി, ഈ പേര് വെറുതെ വന്നതല്ല. ആയിരക്കണക്കിന് വർഷങ്ങളായി മന്നാർ ഉൾക്കടലിലെ മുത്തുച്ചിപ്പികളിൽ നിന്ന് ലഭിച്ച അപൂർവ മുത്തുകളാണ് ഈ നഗരത്തെ ലോകപ്രശസ്തമാക്കിയത്. പാണ്ഡ്യ രാജവംശത്തിന്റെ കാലം മുതൽ അറബികൾ, റോമാക്കാർ, പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ബ്രിട്ടീഷുകാർ എല്ലാവരും തൂത്തുക്കുടിയുമായി വ്യാപാര ബന്ധം സ്ഥാപിച്ചിരുന്നു. അന്ന് ഈ കടൽ തീരത്ത് നിന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലേക്ക് മുത്തുകളും ഉപ്പും മത്സ്യങ്ങളും കയറ്റുമതി ചെയ്യപ്പെട്ടിരുന്നു. ഇന്ന് നമ്മൾ കാണുന്ന മനോഹരമായ പേൾ ബീച്ച് പ്രകൃതിദത്ത കടൽ തീരത്തെ വിനോദസഞ്ചാര കേന്ദ്രമാക്കി വികസിപ്പിച്ച പദ്ധതിയുടെ ഭാഗമാണ്. സമീപ വർഷങ്ങളിൽ തമിഴ്നാട് സർക്കാർ, തൂത്തുക്കുടി കോർപ്പറേഷൻ, വിനോദസഞ്ചാര വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ നടപ്പാതകൾ, ഇരിപ്പിടങ്ങൾ, ലൈറ്റിംഗ്, അലങ്കാര സൗകര്യങ്ങൾ, കുടുംബങ്ങൾക്കുള്ള വിശ്രമ കേന്ദ്രങ്ങൾ ഇവിടെ ഒരുക്കി. അതുകൊണ്ടാണ് ഇന്ന് സായാഹ്നങ്ങളിൽ നാട്ടുകാരും വിനോദസഞ്ചാരികളും ഏറ്റവും കൂടുതൽ എത്തിച്ചേരുന്ന ഇടങ്ങളിലൊന്നായി ഇത് മാറിയത്. മന്നാർ ഉൾക്കടലിന്റെ പ്രത്യേകത. പേൾ ബീച്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഇത് ഗൾഫ് ഓഫ് മന്നാർ എന്ന ലോകപ്രശസ്തമായ സമുദ്ര ജൈവവൈവിധ്യ മേഖലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നൂറുകണക്കിനിനം മത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ, കടൽപ്പുല്ലുകൾ, അപൂർവ സമുദ്രജീവികൾ, ഡോൾഫിനുകൾ, ഡുഗോങ് എന്ന അപൂർവ കടൽ സസ്തനിയും ഈ സമുദ്ര പരിസരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഇന്ത്യയിലെ ആദ്യത്തെ മറീൻ ബയോസ്ഫിയർ റിസർവായി പ്രഖ്യാപിക്കപ്പെട്ടു. മത്സ്യബന്ധനം തൂത്തുക്കുടിയുടെ ജീവനാടി. കടൽ എന്നത് ഇവിടെ വെറുമൊരു കാഴ്ചയല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ജീവിതമാണ്. പുലർച്ചെ കടലിലേക്ക് പോകുന്ന മത്സ്യത്തൊഴിലാളികൾ, വൈകുന്നേരം നിറയെ മത്സ്യങ്ങളുമായി മടങ്ങിയെത്തുന്ന ബോട്ടുകൾ, മത്സ്യലേലം, മത്സ്യ മാർക്കറ്റുകൾ, ഇവയാണ് തൂത്തുക്കുടിയുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗം. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ മത്സ്യബന്ധന തുറമുഖങ്ങളിലൊന്നാണ് തൂത്തുക്കുടി. ചെമ്മീൻ, ട്യൂണ, കണവ, ഞണ്ട്, വിവിധ കടൽ മത്സ്യങ്ങൾ എന്നിവ ഇവിടെ നിന്ന് ഇന്ത്യയിലേക്കും വിദേശ രാജ്യങ്ങളിലേക്കും എത്തുന്നു. വിനോദസഞ്ചാരികളുടെ സമയം. പേൾ ബീച്ചിലേക്കെത്താൻ ഏറ്റവും അനുയോജ്യമായ സമയം ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള മാസങ്ങളാണ്. ഈ സമയത്ത് കാലാവസ്ഥ താരതമ്യേന തണുപ്പായിരിക്കും. സൂര്യോദയവും പ്രത്യേകിച്ച് സൂര്യാസ്തമയവും ഇവിടുത്തെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ആളുകൾ കൂടുതലായി എത്തിത്തുടങ്ങും. പ്രാദേശിക കുടുംബങ്ങൾ, കുട്ടികൾ, ഫോട്ടോഗ്രാഫർമാർ, സഞ്ചാരികൾ എല്ലാവരും ഈ കടൽക്കാറ്റ് ആസ്വദിക്കാൻ ഇവിടെ എത്തുന്നു.
തൂത്തുക്കുടിയിലെ മറ്റാകർഷണങ്ങൾ. പേൾ ബീച്ചിൽ മാത്രം ഒതുങ്ങുന്നില്ല ഈ നഗരം. ലോകപ്രശസ്തമായ അവർ ലേഡി ഓഫ് സ്നോസ് ബസിലിക്ക, ചരിത്രപ്രസിദ്ധമായ തിരുച്ചെണ്ടൂർ മുരുകൻ ടെമ്പിളിലേക്കുള്ള എളുപ്പവഴി, വിയു ചിദംബരനാർ പോർട്ട്, ഹാർബർ ബീച്ച്, റോഷ് പാർക്ക്, ഹെയർ ഐലൻഡ്, കലുകുമലൈ പോലുള്ള ചരിത്ര സ്മാരകങ്ങൾ, ഇവയെല്ലാം തൂത്തുക്കുടി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഒരു തുറമുഖ നഗരം. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഴക്കടൽ തുറമുഖങ്ങളിലൊന്നാണ് തൂത്തുക്കുടി. കണ്ടെയ്നർ കപ്പലുകൾ, ചരക്കു കപ്പലുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ, നാവികസേനയുടെ സാന്നിധ്യം, ഇവയെല്ലാം ഈ നഗരത്തെ മറ്റുള്ള തീരദേശ നഗരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നു. പേൾ ബീച്ചിന്റെ അനുഭവം. പേൾ ബീച്ചിലെത്തുമ്പോൾ ഇത് ഗോവ പോലെയുള്ള തിരക്കേറിയ ബീച്ചല്ല. വലിയ വാട്ടർ സ്പോർട്സുകളും ഇവിടെ കാണാനാകില്ല. പക്ഷേ കടലിന്റെ ശാന്തത, ഉപ്പുകാറ്റിന്റെ സുഗന്ധം, മത്സ്യബന്ധന ജീവിതത്തിന്റെ യാഥാർത്ഥ്യം, തുറമുഖ നഗരത്തിന്റെ സ്പന്ദനം, അസ്തമയ സൂര്യന്റെ സൗന്ദര്യം, ഇതെല്ലാം ഒരുമിച്ച് അനുഭവിക്കാൻ കഴിയുന്ന അപൂർവ ഇടമാണിത്. കടൽ വ്യാപാരത്തിന്റെ പൈതൃകം, തമിഴ്നാടിന്റെ തീര സംസ്കാരം, ഇതെല്ലാം ചേർന്ന ഒരു ജീവനുള്ള കഥയാണ്. തൂത്തുക്കുടിയിലേക്ക് വരുന്നവർ ഈ കടൽ തീരത്ത് കുറച്ച് സമയം ചെലവഴിക്കാതെ മടങ്ങുകയാണെങ്കിൽ ഈ നഗരത്തിന്റെ യഥാർത്ഥ ആത്മാവ് അനുഭവിക്കാതെ മടങ്ങുന്നതിന് തുല്യമായിരിക്കും. കടൽ എന്നും കഥകൾ പറയുന്നു. ആ കഥകൾ കേൾക്കാൻ അറിയുന്നവർക്ക് പേൾ ബീച്ച് എന്നും ഒരു മനോഹരമായ ഓർമ്മയായിരിക്കും. തൂത്തുക്കുടി കടലിനെ നോക്കി നിൽക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാകും. ഈ നഗരം കടലിന്റെ അരികിൽ പണിതതല്ല, കടലിനൊപ്പം വളർന്നതാണ്. ഓരോ പ്രഭാതവും ഇവിടെ ഉദിക്കുന്നത് സൂര്യൻ മാത്രമല്ല, നൂറുകണക്കിന് മത്സ്യബന്ധന ബോട്ടുകളുടെ പ്രതീക്ഷകളാണ്. ഓരോ സായാഹ്നവും അസ്തമിക്കുന്നത് വെളിച്ചം മാത്രമല്ല, ഒരു ദിവസത്തെ അധ്വാനത്തിന്റെ കഥകളുമാണ്. മന്നാർ ഉൾക്കടൽ ലോകത്തിലെ ഏറ്റവും ശാന്തമായ സമുദ്രമേഖലകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ടാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വലിയ കപ്പലുകൾ ഇവിടെ സുരക്ഷിതമായി നങ്കൂരമിട്ടിരുന്നത്. കടലിന്റെ ഈ സ്വഭാവമാണ് പിന്നീട് തൂത്തുക്കുടിയെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖ നഗരങ്ങളിൽ ഒന്നാക്കി മാറ്റിയത്. കടലിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്നവരിൽ മത്സ്യത്തൊഴിലാളികൾ മാത്രമുണ്ടായിരുന്നില്ല. ഉപ്പ് നിർമ്മാതാക്കൾ, കപ്പൽ നിർമ്മാണ തൊഴിലാളികൾ, മുത്തുമുങ്ങൽ വിദഗ്ധർ, കടൽ വ്യാപാരികൾ എല്ലാവരും ചേർന്നാണ് ഈ നഗരത്തിന്റെ സമ്പദ്വ്യവസ്ഥ രൂപപ്പെട്ടത്. തൂത്തുക്കുടിയിലെ കടൽ വെറും മത്സ്യസമ്പത്ത് മാത്രമല്ല നൽകിയിരുന്നത്. ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള പ്രകൃതിദത്ത മുത്തുകൾ ഇവിടെ നിന്നാണ് ലഭിച്ചിരുന്നത്. മുത്തുമുങ്ങുന്നവർ ഒരു ശ്വാസത്തിൽ പല മീറ്റർ ആഴത്തിലേക്കിറങ്ങി കടലിന്റെ അടിത്തട്ടിൽ നിന്ന് ചിപ്പികൾ ശേഖരിച്ചിരുന്നു. അത് അപകടം നിറഞ്ഞ തൊഴിലായിരുന്നു. പക്ഷേ ആ മുത്തുകളാണ് ഈ നഗരത്തിന് പേൾ സിറ്റി എന്ന പേര് സമ്മാനിച്ചത്. ഈ പ്രദേശത്തെ മറ്റൊരു പ്രത്യേകത കടലും കരയും തമ്മിലുള്ള സൂക്ഷ്മമായ സന്തുലിതാവസ്ഥയാണ്. ഇവിടത്തെ തീരപ്രദേശം കടൽ ജീവികൾക്ക് പ്രജനന കേന്ദ്രമായും പ്രവർത്തിക്കുന്നു. അതുകൊണ്ടുതന്നെ മത്സ്യബന്ധനത്തിന് ചില കാലങ്ങളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താറുണ്ട്. ഇത് മത്സ്യസമ്പത്ത് സംരക്ഷിക്കുന്നതിനും അടുത്ത തലമുറയ്ക്കായി കടലിനെ നിലനിർത്തുന്നതിനുമാണ്. പേൾ ബീച്ചിലേക്ക് വരുന്നവർ പലപ്പോഴും സൂര്യാസ്തമയം മാത്രം ആസ്വദിച്ചാണ് മടങ്ങുന്നത്. എന്നാൽ ശ്രദ്ധിച്ചാൽ ദൂരെയായി ചരക്കുകപ്പലുകൾ, മത്സ്യബന്ധന ബോട്ടുകൾ, ലൈറ്റ് ഹൗസിന്റെ പ്രകാശം, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന കടൽ പക്ഷികൾ, ഇവയെല്ലാം ചേർന്ന് ഓരോ സായാഹ്നവും ഒരു ജീവനുള്ള ചിത്രമായി മാറുന്നു.
തൂത്തുക്കുടിയിലെ ഭക്ഷണ സംസ്കാരവും കടലുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാവിലെ പിടിച്ച മത്സ്യം ഉച്ചയ്ക്ക് തന്നെ ഹോട്ടലുകളിലെ അടുക്കളയിലെത്തുന്നു. മത്സ്യക്കറി, ഞണ്ട് വിഭവങ്ങൾ, ചെമ്മീൻ ഫ്രൈ, കണവ റോസ്റ്റ് ഇവയെല്ലാം ഈ തീരദേശ നഗരത്തിൻ്റെ രുചിയുടെ ഭാഗമാണ്. ഒരു കൗതുകകരമായ കാര്യം, തൂത്തുക്കുടിയിലെ കടൽക്കാറ്റിന് മറ്റിടങ്ങളെക്കാൾ ഉപ്പിൻ്റെ ഗന്ധം കൂടുതൽ അനുഭവപ്പെടും. കാരണം ഇവിടെയുള്ള വലിയ ഉപ്പുപാടങ്ങളും കടൽക്കാറ്റും തമ്മിലുള്ള സ്വാഭാവിക ഇടപെടലാണ്. അതുകൊണ്ട് തന്നെ തൂത്തുക്കുടി ഇന്ത്യയിലെ പ്രധാന ഉപ്പുൽപാദന കേന്ദ്രങ്ങളിലൊന്നാണ്. ചരിത്രത്തിൻ്റെ മറ്റൊരധ്യായം. സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ തുറമുഖം വലിയ പങ്കുവഹിച്ചു. ദേശസ്നേഹിയായ വി.ഒ. ചിദംബരം പിള്ള ബ്രിട്ടീഷുകാരുടെ കപ്പൽ കുത്തകയെ വെല്ലുവിളിച്ച് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചത് ഈ നഗരത്തിൽ നിന്നാണ്. അതിനാൽ വിദേശ കച്ചവട കപ്പലുകളുടെ വരവും മുത്തുമുങ്ങൽ തൊഴിലാളികളുടെ പോരാട്ടവും സ്വാതന്ത്ര്യ സമരത്തിൻ്റെ മുഴക്കവും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതവും നൂറ്റാണ്ടുകളുടെ മാറ്റങ്ങളുമാണ്. അതിനാൽ പേൾ ബീച്ചിലേക്ക് നിങ്ങൾ വരുമ്പോൾ കടലിനെ മാത്രം കാണരുത്, ഈ തിരമാലകൾ പറയുന്ന ചരിത്രവും കേൾക്കുക. കാരണം ചില കഥകൾ പുസ്തകങ്ങളിൽ എഴുതപ്പെട്ടിട്ടില്ല, അവ കടലിൻ്റെ ഓർമ്മകളിലാണ് ഇന്നും ജീവിക്കുന്നത്. ഈ മണൽത്തരികൾക്ക് പറയാനുള്ള കഥ ഇന്നലെയുടേതല്ല. 2000 വർഷങ്ങൾക്ക് മുമ്പ് റോമൻ സാമ്രാജ്യത്തിലെ വ്യാപാര കപ്പലുകൾ ഈ കടൽ മുറിച്ചു കടന്നിരുന്ന കാലം മുതൽ ആരംഭിക്കുന്ന കഥയാണിത്. എന്തുകൊണ്ടാണ് തൂത്തുക്കുടിയെ ഗേറ്റ്വേ ഓഫ് തമിഴ്നാടു എന്ന് വിളിക്കുന്നത്? ഇന്ത്യയുടെ തെക്ക് കിഴക്കൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന തൂത്തുക്കുടി തമിഴ്നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കടൽ കവാടങ്ങളിലൊന്നാണ്. നൂറ്റാണ്ടുകളായി വിദേശ വ്യാപാര കപ്പലുകൾ തമിഴ്നാട്ടിലേക്ക് എത്തിച്ചേർന്ന പ്രധാന തുറമുഖങ്ങളിലൊന്നായിരുന്നു ഇത്. ഇന്നും ശ്രീലങ്ക, തെക്ക് കിഴക്കൻ ഏഷ്യ, മധ്യപൂർവ്വദേശങ്ങൾ, യൂറോപ്പ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്കുള്ള ചരക്ക് നീക്കത്തിൽ തൂത്തുക്കുടി തുറമുഖത്തിന് നിർണായക പങ്കുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ പലരും ഗേറ്റ്വേ ഓഫ് തമിഴ്നാടു എന്ന് വിശേഷിപ്പിക്കുന്നത്. എന്നാൽ ഇതൊരു ഔദ്യോഗിക സർക്കാർ പദവിയല്ല, തുറമുഖത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വിശേഷണമാണ്. എന്തുകൊണ്ടാണ് റോമാക്കാർ ഇവിടെ വന്നിരുന്നത്? ഇന്നു മുതൽ ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണേന്ത്യൻ തീരപ്രദേശം റോമൻ സാമ്രാജ്യവുമായി വ്യാപാരബന്ധം പുലർത്തിയിരുന്നു. മന്നാർ ഉൾക്കടലിൽ നിന്ന് ലഭിച്ച അപൂർവ മുത്തുകൾ, കുരുമുളക്, സുഗന്ധവ്യഞ്ജനങ്ങൾ, ആനക്കൊമ്പ്, പരുത്തി ഇവയൊക്കെയാണ് റോമൻ വ്യാപാരികളെ ആകർഷിച്ചത്. തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും കണ്ടെത്തിയ റോമൻ നാണയങ്ങൾ ആ വ്യാപാരബന്ധത്തിൻ്റെ തെളിവുകളായി ഇന്നും നിലനിൽക്കുന്നു. എന്തുകൊണ്ടാണ് മന്നാർ ഉൾക്കടൽ ബയോസ്ഫിയർ റിസർവായത്? മന്നാർ ഉൾക്കടൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ സമുദ്ര ജൈവവൈവിധ്യ മേഖലകളിലൊന്നാണ്. ഇവിടെ 100 കണക്കിന് ഇനം മത്സ്യങ്ങൾ, പവിഴപ്പുറ്റുകൾ, കടൽപ്പുല്ലുകൾ, കടലാമകൾ, ഡോൾഫിനുകൾ, ഡുഗോങ് എന്നിവയുൾപ്പെടെ ആയിരക്കണക്കിന് ജീവജാലങ്ങൾ ജീവിക്കുന്നു. ഈ അപൂർവ ആവാസ വ്യവസ്ഥ സംരക്ഷിക്കാനാണ് ഗൾഫ് ഓഫ് മന്നാർ ബയോസ്ഫിയർ റിസർവ് സ്ഥാപിക്കപ്പെട്ടത്. പിന്നീട് ഇത് യുനെസ്കോയുടെ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് ബയോസ്ഫിയർ റിസർവ്സിലും ഉൾപ്പെട്ടു. ഡുഗോങ് എങ്ങനെ ജീവിക്കുന്നു? ഡുഗോങ്ങിനെ പലരും സീക്കൗ എന്ന് വിളിക്കുന്നു. എന്നാൽ അതൊരു മത്സ്യമല്ല, സമുദ്രത്തിൽ ജീവിക്കുന്ന ഒരു സസ്തനിയാണ്. ഇത് പ്രധാനമായും കടലിനടിയിലെ സീ ഗ്രാസ് അഥവാ കടൽ പുല്ലുകളാണ് ഭക്ഷിക്കുന്നത്. മന്നാർ ഉൾക്കടലിലെ വിശാലമായ കടൽപ്പുല്ല് പാടങ്ങളാണ് ഇവയുടെ പ്രധാന ആവാസ കേന്ദ്രം. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഡുഗോങ്ങുകളുടെ സംരക്ഷണത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. പഴയ കാലത്ത് പേൾ ഡൈവിംഗ് എങ്ങനെയായിരുന്നു? മുത്ത് ശേഖരിക്കൽ അത്യന്തം അപകടകരമായ തൊഴിലായിരുന്നു. ആധുനിക ഡൈവിംഗ് ഉപകരണങ്ങൾ ഒന്നുമില്ലാതെ ഒരു കയർ മാത്രം അരയിൽ കെട്ടി ശ്വാസം പിടിച്ചുകൊണ്ട് 20 മുതൽ 30 മീറ്റർ വരെ ആഴത്തിലേക്ക് മുങ്ങിയിറങ്ങിയാണ് മുത്തുച്ചിപ്പികൾ ശേഖരിച്ചിരുന്നത്. ഒരു മുങ്ങൽ ചിലപ്പോൾ 1 മിനിറ്റിൽ താഴെ മാത്രമായിരുന്നു. സ്രാവുകളും ശക്തമായ ജലപ്രവാഹങ്ങളും
മൂർച്ചയുള്ള പവിഴപ്പുറ്റുകളും ഇവരുടെ ജീവിതത്തെ അപകടത്തിലാക്കിയിരുന്നു. ബ്രിട്ടീഷുകാർ എന്തുകൊണ്ടാണ് തൂത്തുക്കുടിയെ ഇത്ര പ്രാധാന്യത്തോടെ കണ്ടത്? തൂത്തുക്കുടിയുടെ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം തന്നെയായിരുന്നു കാരണം. ശ്രീലങ്കയിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കടൽപാതകളിൽ ഒന്നായിരുന്നു ഇത്. തെക്കേ ഇന്ത്യയിലെ വ്യാപാര നിയന്ത്രണത്തിനും ചരക്കു നീക്കത്തിനും ബ്രിട്ടീഷുകാർ ഈ തുറമുഖത്തെ പ്രധാന കേന്ദ്രമാക്കി വികസിപ്പിച്ചു. വി.ഒ. ചിദംബരനാർ എങ്ങനെ ബ്രിട്ടീഷുകാരെ വെല്ലുവിളിച്ചു? 1906 ബ്രിട്ടീഷ് കപ്പൽ കമ്പനികളുടെ ഏകാധിപത്യത്തെ ചോദ്യം ചെയ്ത് വി.ഒ. ചിദംബരം പിള്ള സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി ആരംഭിച്ചു. ഇന്ത്യക്കാരുടെ സ്വന്തം കപ്പലുകൾ ഉപയോഗിച്ച് വ്യാപാരം നടത്താമെന്ന് അദ്ദേഹം തെളിയിച്ചു. ഈ നീക്കം ബ്രിട്ടീഷ് ഭരണകൂടത്തെ വലിയ രീതിയിൽ അസ്വസ്ഥരാക്കി. തുടർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും കഠിനമായ ശിക്ഷ നൽകുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ അദ്ദേഹം കപ്പലോട്ടിയ തമിഴൻ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. കടലിന്റെ നിറം ചില സമയങ്ങളിൽ മാറുന്നത് എന്തുകൊണ്ട്? കടൽ യഥാർത്ഥത്തിൽ നീല നിറമുള്ളതല്ല. സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനം, ജലത്തിന്റെ ആഴം, മണൽ, പവിഴപ്പുറ്റുകൾ, ആകാശത്തിന്റെ നിറം ഇവയെല്ലാം ചേർന്നാണ് കടലിന്റെ നിറം മാറുന്നത്. രാവിലെ ഇളം നീല, ഉച്ചയ്ക്ക് കടും നീല, വൈകുന്നേരങ്ങളിൽ സ്വർണ്ണ നിറമോ ഓറഞ്ച് നിറമോ പ്രതിഫലിക്കുന്നതായി കാണാം. സന്ധ്യാസമയത്ത് ആകാശം ഓറഞ്ച് നിറമാകുന്നത് എന്തുകൊണ്ട്? സൂര്യൻ ചക്രവാളത്തോട് അടുത്തെത്തുമ്പോൾ സൂര്യപ്രകാശം അന്തരീക്ഷത്തിലൂടെ കൂടുതൽ ദൂരം സഞ്ചരിക്കണം. ഈ സമയത്ത് നീല നിറമുള്ള പ്രകാശം കൂടുതൽ ചിതറിപ്പോകുകയും ചുവപ്പും ഓറഞ്ചും നിറത്തിലുള്ള ദൈർഘ്യമേറിയ തരംഗങ്ങൾ നമ്മുടെ കണ്ണിലേക്ക് കൂടുതൽ എത്തുകയും ചെയ്യുന്നു. ഇതിനെ റെയിലേ സ്കാറ്ററിംഗ് എന്നാണ് ശാസ്ത്രലോകം വിളിക്കുന്നത്. മത്സ്യബന്ധന നിരോധനം എന്തുകൊണ്ട്? ഓരോ വർഷവും തമിഴ്നാട് തീരങ്ങളിൽ ചില മാസങ്ങളിൽ ട്രോളർ മത്സ്യബന്ധനത്തിന് നിരോധനം ഏർപ്പെടുത്തുന്നു. കാരണം ആ കാലഘട്ടം പല മത്സ്യങ്ങളുടെയും പ്രജനന കാലമാണ്. ഈ സമയത്ത് അമിത മത്സ്യബന്ധനം നടന്നാൽ ഭാവിയിൽ മത്സ്യസമ്പത്ത് ഗണ്യമായി കുറയും. അതുകൊണ്ടാണ് കടലിന്റെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കുന്നതിനും മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിനുമായി ഈ നിയന്ത്രണം നടപ്പിലാക്കുന്നത്. പേൾ ബീച്ചിൽ അധികമാരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങൾ. പേൾ ബീച്ചിൽ നിൽക്കുമ്പോൾ ദൂരെയായി കാണുന്ന കപ്പലുകൾ വെറും കാഴ്ച മാത്രമല്ല. അവ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചരക്കുകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന വ്യാപാര കപ്പലുകളാണ്. കടൽക്കാറ്റിൽ അനുഭവപ്പെടുന്ന ഉപ്പിന്റെ ഗന്ധത്തിനു പിന്നിൽ തൂത്തുക്കുടിയിലെ വിശാലമായ ഉപ്പുപാടങ്ങളുമുണ്ട്. കടൽ തീരത്ത് കാണുന്ന ചെറുചിപ്പികൾ, ഞണ്ടുകളുടെ കുഴികൾ, ചില കാലങ്ങളിൽ എത്തിച്ചേരുന്ന ദേശാടന പക്ഷികൾ ഇവയെല്ലാം ഈ തീരത്തിന്റെ പ്രകൃതി വൈവിധ്യത്തിന്റെ ഭാഗമാണ്. അതുപോലെ ഈ പ്രദേശത്തെ കടൽ താരതമ്യേന ശാന്തമാണെങ്കിലും ചില ഭാഗങ്ങളിൽ ആഴം പെട്ടെന്ന് കൂടുകയും കടൽ പ്രവാഹം ശക്തമാകുകയും ചെയ്യാം. അതിനാൽ അധികൃതർ അനുവദിച്ച സ്ഥലങ്ങളിൽ മാത്രമേ കടലിൽ ഇറങ്ങാവൂ. അങ്ങനെ സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗിന്റെ ആദ്യ ഭാഗത്തിലെ മറ്റൊരു മനോഹരമായ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. തൂത്തുക്കുടിയിലെ പേൾ ബീച്ചിന്റെ ചരിത്രവും പ്രത്യേകതകളും കടലുമായി ഇഴചേർന്ന ജീവിതവും ഈ നഗരത്തിന്റെ സാംസ്കാരികവും സാമ്പത്തികവുമായ പ്രാധാന്യവും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്നും പുതിയ അറിവുകൾ സമ്മാനിച്ചുവെന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഓരോ ലൈക്കും, ഓരോ കമൻറ്റും, ഓരോ ഷെയറും, ഓരോ സബ്സ്ക്രിപ്ഷനും ഞങ്ങൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത്. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങൾക്ക് കൂടുതൽ ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളും ആത്മീയ കേന്ദ്രങ്ങളും മറഞ്ഞുകിടക്കുന്ന യാത്രാ ലക്ഷ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ പ്രചോദനമാകുന്നത്. വളരെ പെട്ടെന്ന് തന്നെ സൗത്ത് ഇന്ത്യൻ ട്രാവൽ വ്ലോഗിന്റെ അടുത്ത എപ്പിസോഡുമായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. അതുവരെ സുരക്ഷിതരായിരിക്കുക, യാത്രകൾ തുടരുക, ചരിത്രത്തെ അറിയുക. Thank you so much for watching. This is your Mystic Wanderluster, signing off. Bye friends, see you in the next video.